ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊന്നു എന്ന അതീവ കേട്ടിട്ട് തന്നെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത. കെ ഉമേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ചോദിച്ചോളൂ ഉമേഷ്, എന്താണ് സംഭവിച്ചത്? ഇത് ബന്ധുക്കളാണോ? ആരൊക്കെയാണ് ഈ മരിച്ചവർ? വിശദാംശങ്ങൾ. ഷമ്മി, വിനിഷ, ഇത് ഒരു കുടുംബത്തിലെ 4 പേർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവരുടെ അയൽവാസി തന്നെയാണ് വീട്ടിൽ കയറി ഇവരെ ആക്രമിച്ചത്. പോലീസ് പറയുന്നതനുസരിച്ച് ആദ്യം കുത്തി പരിക്കേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ അയൽവാസിയായ യുവാവ് ഈ ചേന്നമംഗലത്ത് ഇവരുടെ വീട്ടിൽ കയറി 4 പേരെ തലയ്ക്കടിച്ചു എന്നുള്ളതാണ്. ചേന്നമംഗലത്ത് താമസിക്കുന്ന ഉഷ, വേണു, ജിതിൻ, വിനീഷ എന്നിങ്ങനെ 4 പേർക്കാണ് ഈ ആക്രമണം ഏൽക്കേണ്ടി വന്നത്. അയൽവാസിയായ ഋതു എന്നയാളാണ് ഇവരെ 4 പേരെയും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ചത് ഇതിൽ 3 പേർ മരിച്ചു എന്നുള്ളതാണ്. ഉഷ, വേണു, വിനീഷ ഈ 3 പേരും മരിച്ചു. ഒപ്പം വിനീഷയുടെ ഭർത്താവ് ജിതിൻ, ഇയാൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഋതു പറയുന്നയാൾ ഇവരുടെ വീട്ടിലേക്ക് വരികയും വാക്കുതർക്കം ഉണ്ടാവുകയും അതിനുശേഷം ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്താണ് യഥാർത്ഥ വലിയ തർക്കത്തിന് ഇടയായത് എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും നിലവിൽ ഋതുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ 4 പേരെയും പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഉഷ, വേണു, വിനിഷ എന്നിവർ ചികിത്സയിലിരിക്കെ തന്നെ അല്പം മുമ്പ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒപ്പം ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. 4 പേരെയും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് തലയ്ക്കടിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏറ്റവും ദാരുണമായ സംഭവമാണ്. 4 പേർ ആക്രമണമേറ്റ 4 പേരിൽ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഉമേഷ്, ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണോ നമുക്ക് ലഭ്യമാകുന്ന വിവരം? ഇയാൾ ഒറ്റയ്ക്കാണോ ഈ ഒരു കൃത്യം ചെയ്തത്? അങ്ങനെ തന്നെയാണ് വിനീഷ, ഇതുവരെയുള്ള വിവരം അനുസരിച്ച് അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ഋതു എന്ന് പറയുന്നയാൾ ഇവരുടെ ഈ 4 കുടുംബം താമസിക്കുന്ന ഇവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. തർക്കമുണ്ടാകുന്നു. ഇയാളുടെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് ഇയാൾ വീട്ടിലേക്ക് ചെന്ന് ഈ തർക്കത്തിൽ ഏർപ്പെട്ടത്. അതിനുശേഷം കയ്യിലുള്ള ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് 4 പേരുടെയും തലയ്ക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിലെ വിവരം അനുസരിച്ച് ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഏതായാലും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഉഷ, വേണു ദമ്പതികളുടെ മകളാണ് വിനീഷ. വിനീഷയുടെ ഭർത്താവാണ് ജിതിൻ. ഈ 4 പേരെയുമാണ് ആക്രമിച്ചത്. എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്രയും പ്രകോപനത്തിലേക്ക്, ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യിക്കുന്നതിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന് കണ്ടെത്തേണ്ടത്. ഏതായാലും ഈ കൃത്യം നടന്ന ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. മരിച്ചവരുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം ജിതിൻ എന്നയാൾ ചികിത്സയിൽ തുടരുകയുമാണ്. പോലീസ് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് തന്നെ പോയേക്കുമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നാളെ ആയിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. ഏറ്റവും പ്രധാനം ഇതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അത് അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതി ഇതിനകം തന്നെ കസ്റ്റഡിയിലായിട്ടുമുണ്ട്. ഉമേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കാരണം ഈ സംഭവം നടന്നിട്ട് കുറച്ച് നേരമായി എന്ന് വിചാരിക്കുന്നു. ചികിത്സയിലിരിക്കെയാണ് ഇവര് മരണത്തിന് കീഴടങ്ങിയത്. പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. അല്പം മുമ്പാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. വൈകിട്ടാണ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. എല്ലാവരും അതിന്റെ ഒരു ഞെട്ടലിലാണ്. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാഥമിക വിവരമനുസരിച്ച് ഇവർ തമ്മിലുള്ള അയൽവാസികൾ തമ്മിലുള്ള തർക്കം എന്നുള്ള നിലയിലാണ് പോലീസ് പറയുന്നത്. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 പേരെയും ഇയാൾ തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളത്. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് ഇവരുടെ തലയ്ക്കടിച്ച് ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു.
ശരി, കെ എം ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ, ദാരുണമായ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ അത്യന്തം നമ്മളോട് ദാരുണമായ പങ്കുവച്ചത്. ഒരു സംഭവം. ഒരു അയൽവാസി ഒരു വീട്ടിലേക്ക്, തൊട്ട അയൽപക്കത്തെ വീട്ടിലേക്ക് കയറി ഇരുമ്പ് പൊടി കൊണ്ട് 4 പേരെ അടിക്കുക. തലയ്ക്ക് തന്നെ അടിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. തലയ്ക്ക് തന്നെ അടിക്കുന്നു, 3 പേര് മരിക്കുന്നു. അത്യന്തം ദാരുണമായ ഒരു വാർത്ത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.